ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊത്തു പൊറോട്ട അല്ലെങ്കിൽ കൊത്തു ചപ്പാത്തി എന്ന് പറയാം. അതല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിക്സ് എന്നും പറയാം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിവിടെ പൊറോട്ടയും ചപ്പാത്തിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഫുഡ് ഉണ്ടാക്കിയിരിക്കണത്. കൊത്തു ചപ്പാത്തിയോ അല്ലെങ്കിൽ കൊത്തു പൊറോട്ടയോ നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് ആകെ 2 ചപ്പാത്തിയും 1 പൊറോട്ടയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണതെന്ന് മാത്രം. അപ്പോൾ അതിനാദ്യം തന്നെ ചപ്പാത്തിയും പൊറോട്ടയും കൂടിയിട്ട് റോൾ ചെയ്തിട്ട് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് അത്യാവശ്യം ചെറിയ ചെറിയ പീസസ് ആയിട്ട് പൊടിഞ്ഞു പൊക്കോളും. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം 2 മുട്ടയാണ്. അപ്പോൾ ആ 2 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിന് വലിപ്പമുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഗീയാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. പകരം സൺഫ്ലവർ ഓയിലോ ബട്ടറോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ കൊത്തി അരിഞ്ഞ് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സവോളയും കൂടി ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം വഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ മസാലകളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, ഇത്ര മാത്രമേ ആഡ് ചെയ്യണുള്ളൂ. അധികം ഓവർ മസാലയൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെ കുറച്ച് മസാല ആഡ് ചെയ്താലാണ് നമുക്ക് നല്ലൊരു ഫ്ലേവറിൽ ഫുഡ് കിട്ടുള്ളൂ. എന്നിട്ട് ഇത് നല്ലോണം വഴറ്റി കൊടുക്കാം. മസാല മണമൊക്കെ മാറിക്കഴിഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ആഡ് ചെയ്തിട്ട് വേഗം ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുട്ട ഭയങ്കരമായിട്ട് വേഗം കുക്കായി പോകാൻ പാടില്ല. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണേ മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് പിന്നെ ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തിയും പൊറോട്ടയും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടും കൂടി എടുക്കണമെന്നില്ല കേട്ടോ. ചപ്പാത്തി കൂടുതലുണ്ടെങ്കിൽ അത് മാത്രം, അതല്ലെങ്കിൽ പൊറോട്ട മാത്രമൊക്കെ എടുത്തിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് ശരിക്കും. ഇതിപ്പോൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ രണ്ടും കൂടി എടുക്കേണ്ടി വന്നത്. പിന്നെ തക്കാളി ആഡ് ചെയ്യാത്തതുകൊണ്ട് തക്കാളി സോസാണ് ആഡ് ചെയ്തേക്കണേ. അതായത് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ കെച്ചപ്പും ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. നമ്മളുടെ ചിക്കൻ കറിയുടെ ഗ്രേവി അതല്ലെങ്കിൽ കുറച്ച് ചിക്കൻ പീസും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ്. ഞങ്ങൾ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.